മലയാളികൾക്ക് പാലട ഇല്ലാത്ത ഒരു ഓണം ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാലടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു പാലടയാണ് കേട്ടോ ഇത്. അതിന് നമ്മളിതിലൊരു ടിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പാലട പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് 1 കപ്പ് അട ചേർത്ത് കൊടുക്കാം. 250 ഗ്രാമിൻ്റെ അട പാക്കറ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ്. തിളച്ച വെള്ളത്തിലേക്ക് അട ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതങ്ങ് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് തുറന്ന് നോക്കുന്നത്. നമ്മുടെ അടയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ അട നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല തണുത്തിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അടയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കില്ല. ഇത് കണ്ടില്ലേ, ഒട്ടും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രം ഗ്യാസ് അടുപ്പിൽ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. പഞ്ചസാരയിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ക്യാരമൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോയില്ല. ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പഞ്ചസാരയിലേക്ക് ഒഴിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന കഴിയുമ്പോൾ തന്നെ പഞ്ചസാര ഇതുപോലെ കളർ മാറി വരും. ആ ഒരു സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാൻ ആദ്യം 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ പാലടയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റിലൊക്കെ നമുക്ക് പാലട കിട്ടും. അടിപൊളിയാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇനി നമുക്ക് ഈ പാല് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിയിൽ പഞ്ചസാരയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഒന്ന് പാല് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു കട്ടയൊക്കെ അലിഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലൊക്കെ നല്ലപോലെ ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാല് കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ മൊത്തത്തിൽ 1 ലിറ്റർ പാല് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാലട തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിപ്പോൾ നല്ലപോലെ തന്നെ ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള അടയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അടയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നമുക്ക് പാലടയൊക്കെ പെട്ടെന്ന് വറ്റി റെഡിയായി കിട്ടും. ഇപ്പോൾ പായസമൊക്കെ നല്ലപോലെ ഒരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള ഈ ഒരു പഞ്ചസാര എന്ന് പറയുമ്പോൾ മീഡിയം മധുരമാണ് കേട്ടോ ഉണ്ടാവുക. ഇനിയിപ്പോൾ നല്ലപോലെ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്തെടുത്തപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് കേട്ടോ. ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പാലെന്ന് പറയുമ്പോൾ കാച്ചാത്ത പാലായിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ കാച്ചി ആറിയിട്ടുള്ള പാലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പാലട പായസമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. പായസത്തിൻ്റെ മുകളിലായിട്ട് ഇത് കണ്ടില്ലേ, പാൽപ്പാടയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പാട നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ഒരു പായസത്തിൽ അലിഞ്ഞ് ചേർന്നോളും. പിന്നെ നമ്മൾ പാലടയിലേക്ക് എടുക്കുന്ന പാൽ എന്ന് പറയുമ്പം ഒട്ടും വെള്ളം ചേർക്കാത്ത പാലായിരിക്കണം കേട്ടോ. നല്ല കട്ടിയുള്ള പാൽ വേണം പാലട പായസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പായസത്തിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പായസത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവറൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാലട പായസം സ്വീറ്റ് ബോളിയും പഴവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി വെറുതെ കഴിക്കാനാണെങ്കിലും
അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതുപോലൊരു പാലട പായസം ഒന്ന് തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.